അസ്സലാമു അലൈക്കും. ഇന്നൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി കാണാം. ചില കല്യാണങ്ങൾക്ക് പോയാൽ അവിടുന്ന് ഒരു അടപ്രഥമൻ പായസം കിട്ടൂലേ, നല്ല രസത്തിൽ. ആ പായസം നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് സേമിയ പായസമാണ് കേട്ടോ. പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ആ നെയ്യ് അങ്ങോട്ട് ഉരുകിയാൽ ഒരു കപ്പ് റോസ്റ്റഡ് സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക ചെറിയ തീയിൽ. കുറേ നേരം വറവ് വേണമെന്നില്ല, പക്ഷേങ്കിൽ ഇതിൻ്റെ നിറത്തിന് ചെറിയൊരു വ്യത്യാസം വരണം കേട്ടോ. 2-3 ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, കണ്ടോ, ഇതിന് ചെറിയൊരു മാറ്റം വന്നില്ലേ കളറിന്. ഈ പായസത്തിനെടുത്തത് 1 കപ്പ് സേമിയമാണ്. ആ സേമിയത്തിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ച ഉടനെ തന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് തിളപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുത്തത്. 1 ലിറ്റർ തിളച്ച വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് 1/4 കപ്പ് ചൊവ്വരി, സാവുനരി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അത് ഒന്ന് അരിപ്പയിലിട്ട് കഴുകിയിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. കൈവിടാതെ ഇളക്കണം എന്നൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം. സേമിയയും സാവുനരിയും പാലിൽ കിടന്ന് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര 1/2 കപ്പാണ് ഇട്ട് കൊടുത്തത്. ഇത് നോക്കുമ്പോൾ മധുരം പോര കേട്ടോ. ഞാനൊരു 1/4 കപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കണം. പായസം ഏകദേശം ആയി തുടങ്ങി. ഈ പായസത്തിന് താൽക്കാലികമായി വേറെ സ്റ്റൗവിലേക്ക് മാറ്റുകയാണ്. ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കണം. വളരെ ചെറിയ തീയിൽ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി കളറ് മാറി ഗോൾഡൻ കളറിലേക്ക് മാറുമ്പോൾ ഇതിനെ നന്നായി ഇളക്കി കൊടുക്കണം. ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ രുചി പാടെ മാറിപ്പോവും കേട്ടോ. പഞ്ചസാര പൂർണ്ണമായും മെൽറ്റായതിനു ശേഷം മാത്രം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച ഉടനെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതോടുകൂടി പഞ്ചസാരയുടെ സ്വഭാവം മാറാൻ തുടങ്ങും. അടിയിൽ കട്ട പിടിക്കുന്നതായി തോന്നും. ചെറിയ തീയിൽ ഇത് ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത് മെൽറ്റായി കിട്ടുന്നതാണ്. പക്ഷേങ്കിൽ ഇത് കട്ടിയായി തോന്നുന്നുവെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി, നല്ലൊരു പിങ്ക് നിറമായില്ലേ. ഇതിനെ ഇനി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പായസം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്പം ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം എടുത്താൽ ഒന്നുകൂടെ കട്ടിയായി മാറിയിട്ടുണ്ടാവും. സൂപ്പർ പായസമാണ് കേട്ടോ. ഒരു തവണയെങ്കിലും പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.